നമസ്കാരം. രക്തത്തിലെ കാൽസ്യക്കുറവാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? കാൽസ്യത്തിന്റെ ഏറ്റവും പ്രധാന ഉറവിടമാണ് പാല്. എന്നാൽ ദൗർഭാഗ്യവശാൽ ചിലരിലെങ്കിലും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇതിനെ ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് പറയുന്നത്. ലാക്ടോസ് ഇൻടോളറൻസിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്: പാലും പാലുൽപ്പന്നങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ അവരിൽ വയറുവേദന ഉണ്ടാവുക, വയറിൽ ഗ്യാസ് കെട്ടുക, വയറ് വീർത്ത് വരിക, വയറിൽ ചെറിയ സൗണ്ട് കേൾക്കുക, ലൂസ് മോഷൻ, ഓക്കാനം, ഛർദി മുതലായവയാണ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളവരിൽ ഇവരുടെ ദഹന വ്യവസ്ഥയ്ക്ക് പാലിലെ ഷുഗർ ആയിട്ടുള്ള ലാക്ടോസിനെ കൃത്യമായ രീതിയിൽ ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതായത് ഇത്തരം ദഹന വ്യവസ്ഥയിൽ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ അഭാവം മൂലം ലാക്ടോസിനെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരിൽ പാലും പാലുൽപ്പന്നങ്ങളും കാൽസ്യത്തിൻ്റെ സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവരും ഉണ്ടാകും. അത്തരക്കാർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ധാതുവാണ് കാൽസ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും മുടിയുടെയും നഖത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും നാഡീഞരമ്പുകളുടെയും ഒക്കെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിന് ഈ കാൽസ്യം അത്യന്താപേക്ഷിതമാണ്. കാൽസ്യക്കുറവിൻ്റെ ലക്ഷണങ്ങൾ ഇവയാണ്: സന്ധിവേദന, മസിൽ വേദന, മസിൽ പിടുത്തം, കൈകാൽ തരിപ്പ്, മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, മുടിയുടെ മിനുസം നഷ്ടപ്പെടുക, നഖം പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ ഋതത്തിൻ്റെ വ്യത്യാസം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കാൽസ്യക്കുറവ് നമ്മുടെ എല്ലുകളൊക്കെ സോഫ്റ്റ് ആകാനും വീക്കാകാനും അത് ക്രമേണ വേഗത്തിൽ പൊട്ടാനുമുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു. രക്തത്തിലെ നോർമൽ കാൽസ്യത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.8 mg/dL ആണ്. കാൽസ്യക്കുറവിനെ ഹൈപ്പോകാൽസ്യമി എന്നാണ് പറയുന്നത്. കാൽസ്യക്കുറവിന്റെ കാരണങ്ങൾ ഇവയാണ്: ആവശ്യമായിട്ടുള്ള അളവിൽ കാൽസ്യം ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കുക, മാൾ ന്യൂട്രീഷൻ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം, അതായത് ക്രോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസ് മുതലായവ കാരണം കാൽസ്യം ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാതിരിക്കുക, തൈറോയിഡ്, പാരാതൈറോയിഡ് തുടങ്ങിയ ഗ്ലാൻഡിൻ്റെ ഡിസോർഡറുകൾ, ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസുകൾ, അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള മെഡിക്കേഷൻസ്, ആൻറ്റാസിഡ്സുകൾ, കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒക്കെ ഉപയോഗിക്കുന്നതും കാൽസ്യം ഡെഫിഷ്യൻസിക്ക് കാരണമാകാറുണ്ട്. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് 1000 മുതൽ 1500 മില്ലിഗ്രാം കാൽസ്യമാണ് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. കാൽസ്യക്കുറവിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ടുപിടിച്ച് അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുക. കാൽസ്യം ടാബ്ലറ്റ് അല്ലാതെ തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരത്തിലൂടെ പരിഹരിക്കാവുന്നതാണ്. പാല്, തൈര്, ചീസ് മുതലായവ നമുക്ക് ഏറ്റവും നല്ല കാൽസ്യത്തിൻ്റെ സോഴ്സുകളാണ്. എന്നാൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ല. അവർക്കും കഴിക്കാൻ പറ്റുന്ന കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഇവയാണ്: ചിയാ സീഡ്സ്, റാഗി, സോയാബീൻസ്, ബദാം, ബ്രൊക്കോളി, മുരിങ്ങയില, ചീരയില, അതുപോലെ തന്നെ എള്ളും. 100 ഗ്രാം റാഗിയിൽ 344 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം ബദാമിലാകട്ടെ 260 മില്ലിഗ്രാം കാൽസ്യവും ഉണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം സോയാബീൻസിൽ 27% ഡെയിലി ആവശ്യമുള്ള കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്.